ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ കറുവത്തങ്കായും മുരിങ്ങക്കായൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന കുമ്പളക്കറിന് വെല്ലും ഒരു തേങ്ങ അരച്ച കറി തയ്യാറാക്കി നോക്കിയാലോ ഇന്ന്. നല്ല അടിപൊളിയാണ് കേട്ടോ. ഇത് കഴിക്കാനായിട്ട് നിങ്ങൾ തീർച്ചയായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കി നോക്കണം. ട്രൈ ചെയ്തിട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റായിട്ടും അറിയിക്കണം കേട്ടോ. അതിനായിട്ട് ഇതാ ഓമക്കായ നമ്മൾ നുറുക്കി വൃത്തിയാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. കൂടെ തന്നെ നമ്മൾ മുരിങ്ങക്കായും അതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതിന് വെന്ത് വരാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള പുളി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. പുളി പിന്നീട് നമ്മൾ തിരുമ്പി പിഴിയണതിന് പകരം ഇതിൻ്റെ കൂടെ തന്നെ ഇട്ടിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയെടുക്കുന്നത്. പിന്നെ അതിലേക്ക് ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. നമ്മൾ കളറിനനുസരിച്ചിട്ടൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇപ്പം ഞാൻ കുറച്ച് ഉപ്പേ ചേർത്ത് കൊടുക്കുന്നുള്ളൂ, കല്ലുപ്പാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നീട് വേണമെങ്കിൽ നമുക്ക് ഇട്ട് കൊടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് കുക്കർ അടച്ചു വെച്ചിട്ട് നല്ല പോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഒരു 2 വിസിലടിച്ചാൽ തന്നെ നമ്മുടെ കറുവത്തുംകായും മുരിങ്ങക്കായൊക്കെ വെന്ത് വരും കേട്ടോ. ഇതൊക്കെ ഒന്ന് വെന്ത് വരുന്ന സമയം കൊണ്ട് നമുക്കതിലേക്കുള്ള തേങ്ങ ഒന്ന് ചിരവിയെടുക്കാം. ഒരു മുറി തേങ്ങയാണ് കേട്ടോ ഇതിലേക്ക് ഇപ്പം നമ്മൾ എടുക്കുന്നുള്ളൂ. ചിരകി വെച്ചിട്ടുള്ള തേങ്ങയിലേക്ക് ഒരു 4 പൗൺ ചെറിയുള്ളിയും അതുപോലെ തന്നെ ഒരു ടീസ്പൂണിൻ്റെ അടുത്തായിട്ട് ചെറിയ ജീരകം കൂടെ ചേർത്തിട്ട് നല്ല പേസ്റ്റായിട്ട് ഒന്ന് അരച്ചെടുക്കുന്നുണ്ട് കേട്ടോ. വളരെ കുറച്ച് മാത്രം വെള്ളം ചേർത്തിട്ടാണ് അരച്ചെടുത്തിട്ടുള്ളത്. കാരണം കറി വല്ലാണ്ട് ലൂസായി പോവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. എന്നിട്ട് ഇനി ലാസ്റ്റ് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഓമക്കായും മുരിങ്ങക്കായിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ജാറൊന്ന് ചുഴറ്റിങ്ങാണ്ട് ഒരു അല്പം വെള്ളം കൂടെ അതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. വല്ലാണ്ട് വെള്ളം ഓവർ ആവാണ്ടാണ് നമ്മൾ ഉണ്ടാക്കിയിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പരുവത്തിലാണ് കേട്ടോ നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് അവസാനമായിട്ട് ഇതൊന്ന് താളിച്ചൊഴിക്കും കൂടെ ചെയ്യാം കേട്ടോ. പറയാൻ വിട്ടുപോയി, തേങ്ങ ഒഴിച്ചതിന് ശേഷം ജസ്റ്റ് ഒന്ന് നമ്മൾ തിളപ്പിക്കുന്നൂടെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ഒരു ഉരുളി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തു. അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ ഉലുവയും അതുപോലെ തന്നെ ഒരല്പം കടുകും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നല്ലപോലെ ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ ആ കറിയിലേക്ക് അങ്ങ് താളിച്ചൊഴിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. നല്ല അടിപൊളി ടേസ്റ്റുള്ള കറിയാണ് കേട്ടോ. കുമ്പളങ്ങ കറി അല്ലാന്ന് ആരും പറയില്ല, അത്രയ്ക്ക് ടേസ്റ്റാണ് കേട്ടോ. നിങ്ങൾ ട്രൈ ചെയ്തിട്ട് നോക്കിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും താഴെ കമൻറ്റ് ചെയ്യണം. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എന്തായാലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യാം കേട്ടോ. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.